ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പിയാണിത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് കായ്പോളയാണ്. ഏത്തപ്പഴം കായ്പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 2 നന്നായി പഴുത്ത ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ആ മിക്സിൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ട നമ്മൾക്ക് പൊട്ടിച്ചൊഴിക്കാം. 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. ഞാനെടുത്ത പഴത്തിന് നല്ല മധുരമാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കുറച്ച് 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നമ്മളെ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഏത്തപ്പഴം കഷ്ണങ്ങളാക്കി നന്നായി അരച്ച് മാറ്റി വെക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യും അതേപോലെ 1 ടേബിൾ സ്പൂൺ കിസ്മിസും ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം. നന്നായി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അതേ പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചില്ല. അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത നെയ്യ് തന്നെ ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യും അതുപോലെ കിസ്മിസ് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അടച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിയിലൊക്കെ ഒട്ടും പിടിക്കാതെ മേലൊക്കെ തൊട്ടപ്പോൾ ഒന്നും പിടിക്കുന്നില്ല. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഓഫാക്കി വെക്കുക. വീണ്ടും ഒരു ഫ്രൈ പാന് നമ്മൾക്ക് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച കായ്പോള തിരിച്ചിട്ട് കൊടുക്കാം. മുകളിലെ നമ്മൾ മറുവശവും ഇതേപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ നമ്മൾ എടുക്കണം. 2 വശവും നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണിത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ ഇതേപോലെ നമ്മൾക്ക് ഏത്തപ്പഴം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ അസ്സലാമു അലൈക്കും.